നമസ്തേ. 9/8/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, ഇടവം, തുലാം രാശിക്കാർക്ക് ശുഭകരവും, മിഥുനം, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും, കന്നി, ധനു, കുംഭം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ശാരീരിക അസ്വസ്ഥതയാണ്, എന്ത് ചെയ്യണമെന്ന്. ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ വീട്ടിലിരുന്ന് നാമം ജപിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. അത് ചെയ്താൽ മതി. ക്ഷേത്രത്തിൽ പോയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വേദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് പറഞ്ഞാൽ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമില്ല. ക്ഷേത്രത്തിന് എത്ര വരെയാണ് പ്രാധാന്യം? നമ്മുടെ മനസ്സിൽ ഈ ഈശ്വര ചൈതന്യത്തെ അഥവാ ഏതെങ്കിലും ഒരു ക്ഷേത്ര ചൈതന്യത്തെ, ആ വിഗ്രഹത്തെ നമ്മുടെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠ നടത്താൻ എത്ര കാലം നമ്മൾ ക്ഷേത്രത്തിൽ പോകണോ അത്രയും കാലം പോയാൽ മതി. പിന്നെ ആ ക്ഷേത്രത്തിൽ പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ആ ക്ഷേത്രത്തിലെ വിശേഷാൽ ഗ്രഹിക്കപ്പെടുന്ന വിഗ്രഹം നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. പിന്നെ അവിടെ പോകണം നിർബന്ധമില്ല. ഇതാണ് ശരിക്കും. പക്ഷേ അങ്ങനെ ആകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകേണ്ടതില്ല. ഇനി ശാരീരികമായ അസ്വസ്ഥത കൊണ്ടോ മറ്റു കാര്യം കൊണ്ടോ ഒക്കെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് നാമം ജപിച്ചാൽ മതി. ഒരു സംശയം വിചാരിക്കേണ്ട. ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടും. നാമം ജപിച്ചാൽ ഫലം കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ട് ക്ഷേത്ര ദർശനം പറ്റിയില്ല എന്ന് കരുതി പോകാതെ ആരും വിഷമിക്കേണ്ട. അതിന് പ്രശ്നമില്ല. ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ടുള്ള സാധ്യത അതിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള സാധ്യത. വീട്ടിലാകുമ്പോൾ മറ്റു പല ശബ്ദങ്ങളും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അത് ഒഴിവാക്കാൻ ഏകാഗ്രമായി ഭഗവാനെ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടത്തി വിടുവാൻ, ആ മനസ്സിൽ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് ക്ഷേത്ര ദർശനത്തിലൂടെ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഒരു സാഹചര്യം വീട്ടിലുണ്ടാവില്ല എങ്ങനെയൊക്കെ ശ്രമിച്ചാലും. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിന് പ്രാധാന്യം വന്നത്. അല്ലാണ്ട് ക്ഷേത്ര ദർശനത്തിനേക്കാൾ പ്രധാനം ഈ വിഗ്രഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുകയും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രവിധാനത്തെ ഒഴിവാക്കുകയും ചെയ്യാം. ഒരു സംശയം വേണ്ട. അതുതന്നെയാണ് അതിൻ്റെ ശരിയായ രീതി. അതുകൊണ്ട് ആ വിശേഷമായി ഗ്രഹിക്കപ്പെടേണ്ട വസ്തുവിനെ എത്രത്തോളം കാലം നമുക്ക് ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഗ്രഹിക്കാൻ കഴിയുമോ അത്രയും കാലം ക്ഷേത്ര ദർശനം മതി. അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇത് ശരിയായ രീതിയാണ് കേട്ടോ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ഞാൻ കരുതി വച്ചിരിക്കുന്നത്, മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ പോയാലേ പുണ്യം കിട്ടൂ എന്ന് നമ്മുടെ വേദങ്ങളൊന്നും പറയുന്നില്ല. ക്ഷേത്രോപവാസയാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരിടത്തും എന്നെ കിട്ടുകയില്ല. പിന്നെയോ മൽഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുകൊണ്ടൊരു നാളും. ഇങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിനോ യാഗങ്ങൾക്കോ യജ്ഞങ്ങൾക്കൊന്നുമല്ല പ്രാധാന്യം. മറിച്ച് ഒരു വ്യക്തിക്ക് ഭഗവാനോട് എത്രമാത്രം ഭക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാട്ടിക്കൂട്ടലുകൾക്കൊന്നും പ്രാധാന്യമില്ല. കാട്ടിക്കൂട്ടലുകൾ നമ്മെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെങ്കിൽ അതാകാം. നമ്മെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെങ്കിലാവാം. ഈ ഭസ്മം തൊടുമ്പോൾ നമ്മൾ ഭസ്മമാകാനുള്ളവരാണ് എന്ന ധാരണ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചു വരണം. അപ്പോഴേ നമുക്ക് വലിയ സ്വാർത്ഥതാ കാര്യങ്ങൾ ഉണ്ടാവാതെ വരുള്ളൂ. ഈ ഭസ്മം തൊടുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മൾ ഭസ്മമാകാനുള്ളവരാണ് എന്ന ബോധമുണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. കുങ്കുമം തൊടുമ്പോൾ അത് രജോ ഗുണത്തിൻ്റെ പ്രതീകമാണ്. ചന്ദനം സ്വാത്വിക ഗുണത്തിൻ്റെ പ്രതീകമാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും
ഇതൊക്കെ ധരിക്കുന്നത് ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണകരമാണ്. ഇതൊന്നും അറിഞ്ഞൊന്നും അല്ല പലരും ചെയ്യുന്നതെങ്കിലും അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിന് പോകാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒട്ടും ഭയപ്പെടേണ്ട, നാമം ജപിച്ചു. ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഫലം കിട്ടുക തന്നെ ചെയ്യും. നാമജപത്തിനൊന്നും കഴിയുന്നില്ല, പറ്റുന്നില്ല, ആരോഗ്യം നമുക്ക് അനുവദിക്കുന്നില്ല എങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സുകൊണ്ടാണെങ്കിലും ഉറക്കെ ജപിക്കണം നിർബന്ധമില്ല, മനസ്സുകൊണ്ടാണെങ്കിലും നാമം ജപിക്കുക, അതിന് കഴിയുമല്ലോ. ഇനി സാധാരണ നടക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൽ നിന്നും പോകണ്ട എന്ന് പറഞ്ഞ് നാമജപത്തിൽ മാത്രം ഒതുക്കേണ്ട, അവിടെ പോകാനും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് വരാം. മേടം രാശിയാണ്. മേടം രാശിക്ക് ശുഭകരമായ ദിവസമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ദിവസമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. കരയരശിനെയൊക്കെ ആണെങ്കിലും അവർക്ക് മേന്മയുണ്ടാകും. പല കാര്യങ്ങളിലും അലസതയൊന്നുമില്ലാതെയും സംശയരഹിതമായുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേടം രാശിക്കാർക്ക് കഴിയും. ആരോഗ്യ കാര്യങ്ങളിൽ കുറേ മേന്മയുണ്ടാകും. പഴയ അസുഖങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടെയാണ്. മാതൃപിതൃസ്ഥാനീയരൊക്കെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാനും ഒക്കെ അവർക്ക് കഴിയും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. കടബാധ്യത വർദ്ധിക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽരംഗം അത്ര മേന്മയേറിയതൊന്നുമല്ല, എങ്കിലും വലിയ ദോഷം ചെയ്യില്ല ഈ ദിവസം. നന്നായി ഈശ്വരാരാധനയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ പൊതുവെ ഗുണകരമായ ദിവസമാക്കി മാറ്റാൻ മേടം രാശിക്കാർക്ക് കഴിയും. ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ദിവസം തന്നെയാണ്. എങ്കിൽ പോലും അവരുടെ മനസ്സിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാതിരിക്കുക. ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ചിന്തിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് ചിന്തിക്കുന്നത്? ആവശ്യത്തിന് ചിന്തിക്കുക, അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമാണ് താനും. ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലും ഇല്ലാത്തൊരു ദിവസമാണ്. മാനസികമായ അസ്വസ്ഥത, അലർജി രോഗങ്ങൾ, ശ്വാസതടസ്സം പോലുള്ളവയൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ട്. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായൊക്കെ കലഹമുണ്ടാകും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്കും ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. മക്കൾ പൊതുവെ അനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. സ്വസ്ഥയും സമാധാനമൊക്കെ കുടുംബത്തിൽ ലഭിക്കും. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ധനപരമായ കാര്യങ്ങളിൽ ചില സഹായ സഹകരണങ്ങളും ഉണ്ടാകും. തൊഴിൽ മേഖലയിലും അനുകൂലമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് കഴിയും. പുതിയ തൊഴിൽ സൃഷ്ടിക്കുവാനും കഴിയും. പുതിയ അവസരങ്ങളും തൊഴിൽ മേഖലയിൽ ലഭിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്.
മിഥുനം മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മിഥുനക്കാർക്ക്. എങ്കിലും അവർ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. പിത്തസംബന്ധമായ അസുഖമുള്ളവർ, അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉള്ളവർ ഒക്കെ ശ്രദ്ധിക്കണം. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളുള്ളവരും അനുകൂലമല്ല. അതേപോലെ ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധി അനുകൂലമല്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. അതുപോലെ പിതൃസ്ഥാനീയരും അത്ര അനുകൂലമായ സ്ഥിതിയിലല്ല. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി ചെറിയ കലഹമൊക്കെ ഉണ്ടാവാം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് ആ കലഹത്തിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നേട്ടകരമാണ്. പുതിയ കോഴ്സുകളൊക്കെ നടത്താൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതൊക്കെ ആവാം. മക്കളുമായിട്ട് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പൊതുവെ ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും. തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിലാളികളുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് അല്പാൽപമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ഇത്. കാര്യം മിഥുന രാശിക്കാർക്ക് 10 ശനിയൊക്കെ ആണെങ്കിലും തൊഴിൽ രംഗത്ത് അല്പം നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ കുറച്ച് മേന്മ കിട്ടും. ജാതകം വളരെ മോശമാണെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട പരിഹാരം ചെയ്യുകയും ചെയ്യണം. ഇനി കർക്കിടകം ഒട്ടും അനുകൂലമല്ല. കർക്കിടക പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വ്യാഴം 12-ലാണ്, 8-ൽ രാഹുവാണ്, 9-ൽ ശനിയാണ്, 2-ൽ കേതുവാണ്. ഇതൊന്നും അനുകൂലമായ ഗ്രഹങ്ങളല്ല, സ്ഥാനങ്ങളല്ല ഇവർക്ക്. അപ്പോൾ അതവിടെ നിന്നുകൊണ്ട് ചില ദോഷമൊക്കെ കാണിക്കും. നിങ്ങളുടെ ജാതകത്തിലും ഇതൊക്കെ ദോഷസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ ദോഷം കൂടും. അതല്ല, ഇതൊക്കെ അനുകൂല സ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കണമെങ്കിൽ അതൊരു സമ്മിശ്രമായ അവസ്ഥയിലേക്ക് പൊക്കോളുകയും ചെയ്യും. പൊതുവേ ഇവർക്ക് മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുകയും വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യും. പിതൃസ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ മാതൃസ്ഥാനീയരിൽ നിന്ന് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും ഈ ദിവസം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത വർദ്ധിക്കും. എന്നാൽ കലഹം ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യും. പക്ഷെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. വാക്കുകൾ അനുകൂലമായ സ്ഥലത്തല്ല നിൽക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കലഹസാധ്യത കുറയുന്നതിന് പകരം അത് കൂട്ടുന്ന അവസ്ഥയായിപ്പോൾ. സാഹചര്യം കുറയാനാണ്. പക്ഷെ വാക്കുകൾ നമ്മൾ കുറയ്ക്കില്ല എന്ന് തീരുമാനിച്ചാൽ മാറ്റമൊന്നുമില്ലല്ലോ. ജാതകം ഒരു സൂചകമാണെന്ന് എപ്പോഴും മനസ്സിലാക്കണം. അത് ആ സൂചകത്തിനനുസരിച്ച് നമ്മളുടെ ബുദ്ധിയെ വിനിയോഗിക്കുകയും നമ്മൾ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്കായിട്ട് ഒരു ദിവസത്തെ മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണിത്. അപ്പോൾ അത് അനുസരിച്ച് ഇതിന് പ്രയോഗിക്കണം. പ്രയോഗിച്ചാൽ പ്രയോജനം കിട്ടും. ഇപ്പോൾ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. കഫരോഗങ്ങളുണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമാണ്. കാര്യം കഠിന ദോഷമൊക്കെ ആണെങ്കിലും ചെറിയ ഗുണങ്ങൾ, മനസ്സനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. സഹോദരസ്ഥാനീയരാണ്. ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ കഠിന ദോഷമാണെങ്കിലും അതിനകത്ത് ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ആ ഗുണങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ ഈ ദോഷത്തിൻ്റെ കുറയ്ക്കാം, കാഠിന്യത്തെ കുറയ്ക്കാം. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഈ അനുകൂലമുള്ള വശങ്ങളെ നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുകയാണ് ഈ ഫലങ്ങളിലൂടെ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല. മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതുമൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കുക. ചിങ്ങം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ചിങ്ങത്തിന്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം. 8-ൽ ശനിയാണ്, ജന്മകേതുവാണ്. ചില അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. എങ്കിലും ഈ ദിവസം മധ്യമമാണ്, ഗുണദോഷ സമ്മിശ്രമാണ്. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, എന്നാൽ ആത്മവിശ്വാസം അത്ര അനുകൂലമായിരിക്കുകയില്ല. ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഭക്ഷണ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു സമയങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്, എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതക്കുറവ് ഒരു ചിലപ്പോൾ പല കാര്യങ്ങളിലും കാണിക്കാം. അലർജി സംബന്ധമായ അസുഖങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളുണ്ടാവാം, അപകടങ്ങളുണ്ടാവാം. വാക്കുകളെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പരമാവധി മിണ്ടാതിരിക്കാനൊക്കെ ശ്രമിച്ചാലും കുഴപ്പമില്ല. ഒരു മൗനവ്രതമൊക്കെ ആലോചിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ അതൊക്കെ. ദോഷകരമായ ദിവസം മിണ്ടാണ്ടിരുന്ന ദോഷം കുറയും. അത് എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പരമാവധി ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളെ പ്രയോഗിക്കാതിരിക്കുക, അത്രയും ശ്രദ്ധിച്ചാൽ മതി. ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ആരും കൂടെ ഉണ്ടാവില്ല പല കാര്യങ്ങളിലും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കുകയും ചെയ്യും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ലെങ്കിലും ഇപ്പം ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമായതുകൊണ്ട് തൊഴിൽ രംഗത്ത് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാം. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അത് ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. 7-ൽ ശനി, 10-ൽ വ്യാഴം, 12-ൽ കേതുവൊക്കെയാണ്. ദോഷകരമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യകാര്യം കുറച്ച് മേന്മയുള്ളതായിരിക്കും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. പക്ഷെ അമിത ആത്മവിശ്വാസം അപകടം ഉണ്ടാക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകും, അതും ശ്രദ്ധിക്കണം. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഉദരരോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർ, ഗർഭാശയ രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ദൈവാധീനം കുറയുന്ന ഒരു ദിവസം ആയതുകൊണ്ട് കടം വാങ്ങാതിരിക്കാനും കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കടം കൊടുത്താൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല, അപ്പോഴും ബാധ്യതയായില്ലേ, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിൻ്റെ മേന്മ ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറഞ്ഞൊരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയും കരുതലും ഇല്ലെങ്കിൽ നഷ്ടത്തിൽ വരുന്നൊരു ദിവസമായിരിക്കും. മക്കളുമൊക്കെ ആയിട്ടും സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റോ പ്രശ്നങ്ങളുണ്ടാവും. ജീവിത പങ്കാളിയായിട്ടാണെങ്കിലും അതിനുള്ളൊരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവെ ഈ ദിവസം സ്വസ്ഥത ഒന്ന് കുറയുന്ന സമയമാണ്. കാരണം ജീവിത പങ്കാളിയും മക്കളുമൊന്നും അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയും അത്ര മേന്മ എന്ന് പറയാൻ പറ്റില്ല. തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസം ഉണ്ടാവും. എന്നാൽ മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് 5 രാഹുവാണ്. എങ്കിലും ഗുണമുള്ള ദിവസമാണ്, ശുഭകരമായ ദിവസമാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും. ആത്മവിശ്വാസം ഉണ്ടാവും.
അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അതിനെ ഒന്ന് നിയന്ത്രിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കും. കുറേ മുൻവിധികൾ ഉണ്ടാക്കിയെടുക്കും. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സ് ബുദ്ധിയൊക്കെ കൺട്രോൾ ചെയ്യണം. അഭിപ്രായ സ്ഥിരത കുറവായിരിക്കും. ആസ്മ, മാനസികമായ അസ്വസ്ഥത അങ്ങനെയൊക്കെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് അതിന് മേന്മയുണ്ടാകും. കടബാധ്യത കുറച്ച് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒരു ശ്രദ്ധ വേണം. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. ഇപ്പോൾ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ഉണ്ടാവും. വികസന പ്രവർത്തനം നടത്താൻ അനുകൂലമാണ്. തൊഴിലാളികളിൽ നിന്നൊക്കെ കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ അനുകൂലമാക്കി മാറ്റാനായിട്ട് തുലാം രാശിക്കാർ ശ്രദ്ധിക്കുക. വൃശ്ചികം, വിശാഖ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണദോഷം എന്ന ഒരവസ്ഥയിലേക്ക് വന്നു, സമ്മിശ്രാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരമായിക്കൊള്ളുന്നില്ല. നാളെ നോക്കുമ്പോഴേ അറിയാവുള്ളൂ. നാളത്തെ പറഞ്ഞല്ലോ. എന്തായാലും ഇന്ന് വലിയ കുഴപ്പം കാണുന്നില്ല. എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല. ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവും. പക്ഷേ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, പ്രതിരോധ ശക്തിക്കുറവ് ഒക്കെ ഉണ്ടാവാം. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹമൊക്കെ ഈ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ സഹോദര സ്ഥാനികര അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും കേട്ടോ. അതും ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ചില നഷ്ടങ്ങൾ മനഃപൂർവ്വം അശ്രദ്ധ മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കളിൽ നിന്നുമൊക്കെ ചെറിയ നേട്ടങ്ങളുണ്ടാവും. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് മാത്രം. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും നമ്മളോട് സഹകരിക്കില്ല. ഈ വൃശ്ചികക്കൂറുകാരോട് സഹകരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ സഹകരിക്കില്ല എന്നറിഞ്ഞ് പെരുമാറണമെന്നല്ല. സഹകരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അറിയുമ്പോൾ സഹകരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ദോഷകരമല്ലാത്ത സഹകരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോന്നും ഇതേപോലെ പറയുക പ്രായോഗികമല്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇന്ന് തൊഴിലാളികളെന്ന് പറയാനില്ല, എന്നാൽ പിന്നെ ഇന്ന് വർക്ക് നടത്തണ്ട, വിളിച്ച് ഇന്ന് വർക്കില്ല സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് പറയുകയാണോ? അല്ല, അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം. അവർക്ക് എങ്ങനെയാണോ നമ്മളോട് സഹകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അത് പരമാവധി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ, നഷ്ടം വരാത്ത സാഹചര്യങ്ങളിലൂടെ അത് ശ്രദ്ധിക്കണം. നഷ്ടം വരുന്ന സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇതാണ് വൃശ്ചിക രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി ധനുവാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം, 4 ശനി, 9 കേതു. കുടുംബത്തിൽ വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ് ധനുക്കാർക്ക്. ദോഷകരമാണ്. മനസ്സനുകൂലമല്ല, ബുദ്ധി അനുകൂലമല്ല, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യത്തിലും ഒരു വേണ്ടതുപോലെ ചെയ്യാൻ തോന്നില്ല. ആരോഗ്യക്ഷയം, ശക്തിക്ഷയമൊക്കെ ഉണ്ടാകും. നേത്രരോഗങ്ങൾ ഉണ്ടാകും. ആസ്മ, മാനസിക അസ്വസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം.
അലർജി രോഗങ്ങളുണ്ടാവും. അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപത്തെ നിയന്ത്രിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ. കാരണം വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. മക്കൾ അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളൊക്കെ ചെറിയ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമാവുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാം. അത് നമ്മുടെ പ്രവർത്തനം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. മകരം കഠിന ദോഷമുള്ള സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ്. 6-ൽ വ്യാഴവും 8-ൽ കേതുവും 2-ൽ രാഹുവും ഒക്കെ നിൽക്കുകയാണ്. മറ്റ് ഗ്രഹങ്ങളൊക്കെ തന്നെ പൊതുവേ അനുകൂലമായ സ്ഥലത്തല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും അവരുടെ ദൃഷ്ടിയും ഭേദവും ഒക്കെ നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൂട്ടിക്കൊണ്ടാണ് ഇതിനെ കഠിനദോഷം പറഞ്ഞാൽ ഇടയ്ക്ക് ചില ശുഭങ്ങളൊക്കെ കയറ്റി പറയുന്നതെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഈ ദോഷം തന്നെ പറയുന്നതല്ലല്ലോ എന്നുള്ളത് കൊണ്ട് പറയുന്നതിൻ്റെ കാരണം അതാണ്. പൊതുവേ ഒരാത്മവിശ്വാസമൊക്കെ കുറയുന്ന സമയം, അലസത ഉണ്ടാകുന്ന സമയം, പിത്ത വാത രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം, മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ലാത്ത സമയം, ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം, അങ്ങനെയൊക്കെയുള്ള ദിവസമായിരിക്കും ഇത്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. അശ്രദ്ധ മൂലം വളരെയധികം നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം കൂടെയാണിത്. അപ്പോൾ ആ ദിവസം കൂടെ അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കണം. മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുക, ഭക്ഷണം കൊടുക്കുക. ജീവികൾ കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചെയ്താൽ അവരുടെയൊക്കെ എന്തെങ്കിലും ജീവികളൊക്കെ സന്തോഷിപ്പിക്കുന്നൊരവസ്ഥയിൽ എത്താനൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ മറ്റുള്ളവർക്ക് ലഹരി പദാർത്ഥങ്ങൾ മേടിച്ച് സൽക്കരിച്ച് സന്തോഷിപ്പിക്കരുത് കേട്ടോ. കാരണം ആ കുടുംബത്തിലേക്ക് അവർ ചെല്ലുമ്പോൾ ആ കുടുംബത്തിലുള്ളത് ഈ ഒരാൾക്കേ സന്തോഷം കിട്ടുള്ളൂ. കുടുംബത്തിൽ 4, 5, 6 ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഇത് വാങ്ങിക്കൊടുത്തവനെ പ്രാകും. ഇത് വലിയ ഒരു പ്രയാസവും. അതുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ഏർപ്പാട് ഒഴിവാക്കുക. സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആവരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളിയും മക്കളും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് വീട്ടിലൊക്കെ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നതും വീട്ടിൽ സംസാരം ഒന്ന് കുറയ്ക്കുന്നത് മകരക്കൂറുകാർക്ക് നന്നായിരിക്കും. കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, ജന്മരാഹു 2-ൽ ശനി 7-ൽ കേതു. കുംഭവും ദോഷകരമായ ഒരു ദിവസമാണ്. അങ്ങനെ ദോഷമാണെങ്കിൽ പോലും അവർക്ക് ദൈവാധീനമൊക്കെ ഉണ്ടാകാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാണുന്ന ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പിത്തരോഗങ്ങളും വാതരോഗങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കും. കുംഭക്കൂറുകാർക്ക് പ്രത്യേകിച്ച് വാതരോഗങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമല്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഈ ദിവസം ഉണ്ടാവും. അതൊന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യത്തിലും അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ആസ്മ പോലുള്ള അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മുൻകോപമുണ്ടാകും. വാക്കുകളെ വളരെ നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ അത് അടിപിടിയിലൊക്കെ വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാം. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിലരംഗത്ത് അത്ര മേന്മയൊന്നുമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മീനം പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അസ്വസ്ഥമായ ഗ്രഹാന്തരീക്ഷവും അസ്വസ്ഥമായ മാനസികാവസ്ഥയും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. മീനക്കൂറുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാരെ സംബന്ധിച്ച മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും.
എങ്കിലും കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് പൊതുവെ അനുഭവപ്പെടും. ആത്മവിശ്വാസക്കുറവും അലസതയും അനുഭവപ്പെടും. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. വേണ്ടപ്പെട്ടവരൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു ദിവസമായിരിക്കും. തനിക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും സഹോദരങ്ങളും ഒന്നും തന്നെ അനുകൂലമായി നിൽക്കുമെന്ന് വിചാരിക്കരുത് ഈ ദിവസം. അങ്ങനെ വിചാരിക്കരുതെന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് അനുകൂലത ഉണ്ടായാൽ നല്ലത്. ഉണ്ടായില്ലെന്ന് വെച്ചാൽ അവരോട് വിരോധമോ പ്രശ്നങ്ങളോ ഉണ്ടാകരുതെന്ന് അർത്ഥം. കാരണം നമുക്ക് കിട്ടാൻ യോഗമുള്ള ദിവസമല്ല. എന്തും നമുക്ക് കിട്ടാൻ യോഗം വേണം. കർക്കിടക മാസമാണ്. രാമായണം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പാർവതി ശിവനോട് പറയുന്നത് എന്താണ്? എനിക്ക് ഇത് ലഭിക്കാൻ പാത്രമെങ്കിൽ അതെനിക്ക് തരണമെന്നാണ്. അതിന് യോഗ്യത ഉണ്ടെങ്കിൽ തരണമെന്നാണ് ഈ രാമായണേ പറഞ്ഞ് കേൾപ്പിക്കുന്ന. യോഗ്യത ഉണ്ടെങ്കിൽ, അതേപോലെ നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടൂ. യോഗ്യത ഉള്ളത് കൊണ്ട് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. യോഗ്യത ഇല്ലെങ്കിൽ പറയുമായിരുന്നു, മോളെ നിനക്കതിന് യോഗ്യത ഇല്ല, കുറച്ച് കഴിയട്ടെ എന്ന്. അപ്പോൾ അത് ഉണ്ടായിരുന്നത് കൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. അത് നമുക്കും കിട്ടി, ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ പലതും മനസ്സിലാക്കണം. നമ്മളുടേതായ വെറുതെ വായിച്ചു പോവല്ല രാമായണമൊക്കെ ചെയ്യേണ്ടതെന്ന് കൂടെ ഇതിലൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മനസ്സും ബുദ്ധിയുമൊക്കെ എന്താണ് മറ്റുള്ളവരിൽ നിന്നുള്ള സഹാരങ്ങൾ കേൾക്കാനുള്ളൊരു യോഗമുള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ ഒഴിവാക്കുക. ദൈവാധീനം വളരെ കുറവാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും. തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകർ ഒട്ടും അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥരും സ്വന്തമായി സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മീനക്കൂറുകാർ മുന്നോട്ട് പോവുക. പൊതുവെ ഇതൊരു ആരുടെയും ജാതകഫലമല്ല, ഒരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.